UDF സർക്കാർ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് കഴിഞ്ഞു. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. VDSഉം മറ്റ് 20 മന്ത്രിമാർക്കും രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്നന്ദർ സിംഗ് സുബ്ബു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CP സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJPയുടെ സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി സാംസ്കാരിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും നിരവധി പ്രമുഖരും ഈ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ വീക്ഷിക്കാനെത്തിയിരുന്നു. 10 വർഷത്തിന് ശേഷം 2 ടൈം LDF ഭരണത്തിന് ശേഷം വീണ്ടും ഒരു UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് സാക്ഷിയാകാൻ സംസ്ഥാനത്തേക്ക് ഞായറാഴ്ച പകൽ മുതൽ ജനത്തിരക്കമായിരുന്നു. ജനവികാരത്തോടൊപ്പം നിന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നന്ദിയും കടപ്പാടുമെല്ലാം തിരുവനന്തപുരം തിരിച്ചു നൽകുന്നു എന്നായിരുന്നു ചോദ്യം. സത്യപ്രതിജ്ഞ ചെയ്യേണ്ട 20 മന്ത്രിമാരുടെ പട്ടിക ഞായറാഴ്ച വൈകിട്ടാണ് വി.ഡി. സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറിയത്. മറ്റ് UDF മന്ത്രിമാരുടെ പേരുകൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിൽ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിക്കാനുള്ള കുത്തക എല്ലാ തവണത്തെയും പോലെ കിട്ടിയത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കായിരുന്നു. അങ്ങനെ തങ്ങളും പ്രഖ്യാപിച്ച് തങ്ങളുടെ 5 മന്ത്രിമാരെ. അങ്ങനെ എല്ലാ തരത്തിലും മന്ത്രിമാരെ കൊണ്ട് തിങ്ങി ഞെരുങ്ങിയ ഒരു UDF തീവണ്ടിക്കാണ് വി.ഡി. സതീശൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. 5 കൊല്ലം ഈ സർക്കാർ തുടരുമോ, അതോ കഴിഞ്ഞ LDF സർക്കാരിൽ പിണറായി വിജയനും കൂട്ടരും നേട്ടതുപോലെ അഴിമതി ആരോപണങ്ങൾ ഈ സർക്കാരിൻ്റെ തീരാ തലവേദനയായി മാറുമോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല സ്വർണ്ണക്കൊള്ളയടക്കം പല വിഷയങ്ങളും അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. ഈ വിഷയങ്ങളെല്ലാം ഇതിലൊക്കെ UDF സർക്കാരിൻ്റെ മന്ത്രിമാരുടെ നിലപാട് എന്താകും? പുതിയ മന്ത്രിമാർ, പുതിയ വകുപ്പുകൾ എങ്ങനെയാകും പുതുമുഖങ്ങളടക്കമുള്ള മന്ത്രിമാർ ഈ സംസ്ഥാന ഭരണം, തങ്ങളുടെ വകുപ്പുകളുടെ ഭരണം കൃത്യമായും കാര്യക്ഷമമായും കൊണ്ടുപോകുക? പ്രതിപക്ഷം ആരായിരിക്കും? LDF ആകുമോ? 35 പേരുള്ള LDF ആകുമോ? അതോ 3 പേരുള്ള BJP ആകുമോ? നിയമസഭ ചേർന്ന് MLA-മാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുമ്പോൾ നമുക്കറിയാം ആരാകും യഥാർത്ഥ പ്രതിപക്ഷം.